ഗുരുവായൂരപ്പനെ ഇഷ്ടമല്ലാത്തവരാരാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പനെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഭക്തിയോടെ കാണുന്നവർക്ക് ജസ്ന എന്ന യുവതിയെ അറിയാം. കാരണം ജസ്ന ഒരു മുസ്ലിം യുവതിയാണ്. വലിയ വിവാദങ്ങളും കുപ്രസിദ്ധി തന്നെ നേടിയെന്ന് തന്നെ പറയാം ജസ്നയെ ആദ്യം ഈ ഒരു മലയാളികളൊക്കെ മനസ്സിലാക്കുന്നത്, അറിയുന്നത് കൃഷ്ണന്റെ പടം വരച്ച് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ രീതിയിലാണ് ജസ്നയെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് ജസ്നയ്ക്ക് ഒരു വെച്ചടി കയറ്റമായിരുന്നു. ഇതുപോലെ പലപ്പോഴും ഈ ഗുരുവായൂരപ്പന്റെ പടം വരയ്ക്കുകയും കൃഷ്ണന്റെ പടമോ ഉണ്ണിക്കണ്ണന്റെ ഒക്കെ പടം വരയ്ക്കുകയും അത് ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കുകയും പിന്നീട് അവരതൊരു മാർഗമായിട്ട്, ജീവിത മാർഗമായിട്ട് മാറുകയായിരുന്നു. ഇത്തരത്തിൽ പടങ്ങൾ വരച്ച് വിൽപ്പന, പലരും അത് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്കറിയാം, സുരേഷ് ഗോപി വരെ അത് വാങ്ങി പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വിവിധ തലത്തിലുള്ള VIPs അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ സിനിമ ആക്ടേഴ്സിനൊക്കെ ജസ്ന കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ജസ്നയുടെ ഈ ഒരു പെയിന്റിങ്സ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജസ്ന വെച്ചടി പ്രശസ്തി തന്നെ നേടി. പക്ഷെ എല്ലാവരും അംഗീകരിച്ചിരുന്നു. ഒരു പക്ഷെ ഞാനും അന്നൊക്കെ ജസ്നയുടെ ഇതൊക്കെ കണ്ടപ്പം ഭയങ്കരമായിട്ട് അനുമോദിച്ചിരുന്നു. ഉള്ളിൽ നേരിട്ടല്ലെങ്കിലും ഉള്ളിൽ കൊള്ളാം. മറ്റൊരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടും കൃഷ്ണനെ ഇത്രത്തോളം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് തനിക്ക് പറ്റുന്ന രീതിയിൽ ചിത്രം വരച്ച് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നല്ല കമൻറ്റുകളും ഒരുപാട് വ്യൂവേഴ്സും ഒക്കെ പിന്നീട് യൂട്യൂബ് ചാനലും ഇൻസ്റ്റയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലൊക്കെ ഇത് വരയ്ക്കുന്നതിൻ്റെയൊക്കെ റീലുകൾ ഇടുകയും അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയും റീലുകളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഇതങ്ങ് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് ഓവർ ആവാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യമൊക്കെ ജസ്നയുടെ പക്ഷത്തായിരുന്നു. കാരണം അവരുടെ ഒരു വിഭാഗത്തിൽ നിന്ന് പോലും ഇവർക്ക് തിരിച്ചടികളും, പലരും ഇവരെയും കുട്ടികളെ പോലും മദ്രസയിലൊന്നും കയറ്റാതെ കുറേ നാൾ മാറ്റി നിർത്തിയിരുന്നു. അപ്പോഴും ഈ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി, ജസ്നയുടെ ആ ഒരു ഭക്തിയായിരുന്നു കാണാൻ പറ്റിയത്. എന്ത് വന്നാലും ഞാൻ ഗുരുവായൂരപ്പനെ വിട്ടുകളയില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൃഷ്ണനോട് എനിക്ക് ആരാധനയുണ്ട്, അതിലെന്താണ്, അത് മതം എന്തിനാണ് കലർത്തുന്നത്, അതെൻ്റെ വ്യക്തി ഇതാണ് എന്നൊക്കെ ജസ്ന പലപ്പോഴും പറയുമ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു ജസ്ന. പക്ഷേ പിന്നീട് കാണാൻ പറ്റിയത് ഒരുപാട് കുപ്രസ്ഥിതിയിലോട്ടാണ് പോകുന്നത്. ഈ ഗുരുവായൂരപ്പനെ അങ്ങ് മുതലെടുക്കാൻ ശ്രമിച്ചു. കാരണം നമുക്കറിയാം, ഗുരുവായൂരമ്പലത്തിന് തൊട്ട് ചുറ്റുമുള്ള ഒരുപാട് കടകളുണ്ട്. അത് പല വിവിധ വിഭാഗങ്ങളിലുള്ളവരുണ്ട്. ഉയർന്നവരോ താഴ്ന്നവരോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഇതൊന്നുമല്ല. ഒരുപാട് പേര് അവിടെ എല്ലാം കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ജസ്നയുടെ കച്ചവടം അങ്ങ് ഗുരുവായൂരപ്പന് പോലും എന്താ പറയുന്നത്, നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള കച്ചവടമായിപ്പോയി. ഈ ഒരു പടം വരയ്ക്കുന്നത് ജസ്ന അല്ലെന്നും പലവിധ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്ന അല്ല പടം വരയ്ക്കുന്നത്, വേറെ ആരോ വരച്ചു കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയുണ്ടോ നമുക്കറിയില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നതുമില്ല. പിന്നെ അങ്ങനെ എന്താ പറയുന്നത്, മേൽശാന്തിയുടെ മുറിയിൽ വരെ കയറത്തക്ക രീതിയിൽ ജസ്ന അങ്ങ് വളർന്നതിലല്ല പ്രശ്നം. അത് ഈ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ ഒരു കച്ചവട വസ്തുവാക്കി അങ്ങ് മതങ്ങളെ അങ്ങ് തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലും, ഒരു ഹിന്ദുവായിട്ട് ജനിച്ച എന്താ പറയുന്നത് ജസ്നയെ കിട്ടി അപ്പം 2 കൊടുക്കണമെന്നുള്ള സ്ഥിതിയിൽ വരെ ജസ്ന അങ്ങ് എത്തിച്ചത്. കച്ചവടം നടത്തുന്നത് കൊണ്ടല്ല, പലപ്പോഴും ഈ റീലുകൾ ചെയ്യുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഗോഷ്ഠികളും അനാവശ്യമായിട്ടുള്ള ഓവർ ഭക്തികളും ഓവർ വരപ്പും ഓവർ ഇതൊക്കെ ഹിന്ദു എന്ന അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവർക്ക് അതങ്ങോട്ട് കണ്ടു നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഒരു കേക്ക് മുറിച്ചു അവിടെ ജസ്ന. ആ കേക്ക് മുറി അങ്ങ് ഭയങ്കര വിവാദമാണ്. നമുക്കറിയാം, കേക്കിലൊക്കെ പലപ്പോഴും മുട്ടയൊക്കെ അടങ്ങിയിട്ടുള്ള കേക്കുകളും കാര്യമാണ്. മാത്രമല്ല, അങ്ങനത്തെ ഉള്ള ആഘോഷങ്ങളൊന്നും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടത്താറില്ല. കാരണം അത്രയ്ക്ക് പരിപാവനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. മുസ്ലിങ്ങളൊക്കെ അത്തരത്തിൽ, അല്ലെങ്കിൽ ഹിന്ദു അല്ലാത്ത ഹിന്ദുക്കൾക്ക് അത്തരത്തിൽ ക്ഷേത്രത്തിൽ കയറുവാൻ അവിടെ പറ്റില്ല. മാത്രമല്ല,
അവിടെ അത്രയും പരിപാവനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഒരുപാട് പേര് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ അവിടെ ഒഴുകിയെത്തുന്നത്. അപ്പം അത്രയും പ്രാധാന്യം അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം വിവാഹം നടത്താറുണ്ട്, വിവാഹത്തിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പലരും അവിടെ റീലുകളും ഒക്കെ അവിടെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് പിന്നീട് കേക്ക് മുറിയും ബർത്ത്ഡേ ആഘോഷവും എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഫ്രണ്ടിൽ വെച്ചായി. ക്ഷേത്രമല്ല, അതൊരു എന്താ പറയുന്നത്, ഒരു ക്ഷേത്രം എന്നതിലപ്പുറം മറ്റെന്തൊക്കെയോ ജസ്നെ അവിടെ അങ്ങ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പം അത് അവിടെ ഭയങ്കര വിവാദമായി, വിഷയമായി, അങ്ങോട്ട് ഒരു കലാപത്തിലേക്ക് തന്നെ പോകത്തക്ക രീതിയിലെത്തി. അങ്ങനെ കോടതിയിൽ ഇത് കേസെത്തി. അങ്ങനെ കോടതി പറഞ്ഞു, ഇനി മുതൽ ഗുരുവായൂരപ്പൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരാളും, ജസ്നെ എന്നല്ല ഒരാളും അവിടെ റീല് ചെയ്യണ്ട. വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അവിടെ വിവാഹങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് അത്തരത്തിൽ റീലുകൾ ചെയ്താൽ, ഈ കേക്ക് മുറിയുമായി ബന്ധപ്പെട്ട് വിവാദം അല്ലെങ്കിൽ കോടതിയിലെത്തിയപ്പം ജസ്നെ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി വിമർശനം നൽകിയത് ഇങ്ങനെയാണ്: ഇനി അവിടെ ഒരു കേക്ക് മുറിയോ അല്ലെങ്കിൽ റീലുകളോ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു വാണിംഗ് നൽകി ജസ്നെ വിട്ടയച്ചു. പക്ഷേ എന്നിട്ട് ജസ്നെ അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നീട് വീണ്ടും എന്ത് ചെയ്തു, ഒരു കൃഷ്ണൻ്റെ അവിടുത്തെ വിഗ്രഹത്തിൽ കൊണ്ടുവന്ന് മാലയൊക്കെ ഇട്ട് വീണ്ടും അവിടെയൊക്കെ റീൽ ചെയ്തു. എന്ന് വെച്ചാൽ കോടതി പറഞ്ഞാൽ എനിക്ക് പുല്ല് എന്നുള്ളത്. പക്ഷെ ഇത് ജസ്നെ എന്നൊരു സ്ത്രീക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഗുരുവായൂരപ്പനെ ഞോണ്ടുന്ന ഈ ഒരു സ്വഭാവം ജസ്നയ്ക്ക് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്, മറ്റെന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങൾ ജസ്നയ്ക്കുണ്ട് സ്വാഭാവികം. കാരണം നമുക്കറിയാം, ഞാനും ഒരു സ്ത്രീയാണ്, നമുക്കൊക്കെ ബോൾഡ് ആവുന്നതിന്, അത് ഒരാണിനാണെങ്കിലും പെണ്ണിന്, ഒരാണ് പോലും ചെയ്യത്തില്ല ഇത്രയും തൻ്റെ അടുത്തോടെ. അപ്പം ഇപ്പോൾ ഒരു കോടതി വിധി വന്നിട്ട് അതിനെ പോലും മറികടന്നുകൊണ്ട് ജസ്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. സാമ്പത്തികം നന്നായിട്ട് ജസ്നയ്ക്ക് വന്നു ചേരുന്നുണ്ട് ഇതുമൂലം. അത് എവിടെ നിന്നൊക്കെയാണെന്നുള്ള അറിയില്ല. നല്ല രീതിയിലുള്ള സാമ്പത്തികമുണ്ട്. ഒരു കച്ചവടമാക്കിക്കോട്ടെ, ഒരുവിധം പുള്ളിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീ പടം വരയ്ക്കുന്നുണ്ട്, അത് ഗുരുവായൂരപ്പൻ്റെ പടം വരച്ച് അത് കച്ചവടം നടത്തട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടങ്ങൾ അതിൻ്റെ പുറത്ത് വെച്ച് നടത്തിക്കോട്ടെ. എത്രയോ പേര് കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് അതിനും അപ്പുറം ഗുരുവായൂരപ്പനെ കച്ചവടമാക്കുന്നത് മാത്രമല്ല, അതിനും മുന്നോടിയായിട്ട്, അതിനും കൂടുതൽ ഒരു ക്ഷേത്രത്തിന് അതിൻ്റെ ശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വൃണത ഉണ്ടാകുന്ന തരത്തിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു രോഷം ഉണ്ടാകുന്ന തരത്തിലൊക്കെ ഉള്ള രീതിയിലാണ് ജസ്ന പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത, ഇന്നലെ വിഷു ഒക്കെ ആയിരുന്നു. അപ്പോൾ വിഷുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മളുടെയൊക്കെ വീട്ടിലാണ് വിഷു ആഘോഷിക്കുന്നത്. ജസ്നെ എന്ത് ചെയ്തു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നെ കയറ്റുന്നില്ല, എന്നാൽ പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നെ കേട്ടില്ലെങ്കിൽ, അല്ലെ അവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വെളിയിൽ ഞാൻ വിഷുക്കണി ഒരുക്കുക. അങ്ങനെ വെളിയിൽ എവിടെയോ റോഡിലൊക്കെ വെച്ച് ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കി അവിടെ ഇന്ന് റീലൊക്കെ ചെയ്ത്, ഒരു കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ച് വിഷുക്കണിയൊക്കെ ഒരുക്കി റീലൊക്കെ ചെയ്യുന്ന ജസ്നയാണ് ഇന്നലെ. അന്ന് ഒരുപാട് വിമർശകരാണ് ഉണ്ടായത്. അങ്ങനെ വിഷുക്കണിയൊക്കെ വെക്കുക, നമ്മൾ വെക്കാറുണ്ട്, ഓരോ സ്ഥാപനങ്ങളിൽ വെക്കാറുണ്ട്, സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ വെക്കാറുണ്ട്. നടു റോഡിലോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും നമ്മൾ വെക്കാറില്ല. ഒരു വിഷുക്കണി എന്ന് പറയുന്നത് അതും ഈ പറയുന്നത് പോലെ ഒരു ആചാരമാണ്. അങ്ങനെ ഓരോ മത വിഭാഗങ്ങൾക്ക് ഓരോ ആചാരങ്ങളുണ്ട്. പക്ഷെ ജസ്ന ഇത് എന്തിൻ്റെ പോക്കാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ തന്നെ ഒരു ഹിന്ദു സ്ത്രീക്കോ അല്ലെങ്കിൽ തന്നെ ഒരു സ്ത്രീകൾക്കോ അതിലേക്ക് പ്രവേശനമില്ല. അത് അവരുടെ മത ആചാരമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് കർത്തൃമേശ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് സ്നാനപ്പെടാത്തവർക്ക് അത് എടുക്കാൻ പറ്റില്ല, ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബാപ്റ്റിസം, പെന്തക്കോസ്ത് വിഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ബാപ്റ്റിസം ചെയ്യും. ബാപ്റ്റിസം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അത്തരത്തിലൊരു കർത്തൃമേശയിലോ അങ്ങനെയുള്ള ചടങ്ങുകളിലോ കൂദാശ ചടങ്ങുകളിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മതങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട്, അത് പാലിക്കുക. ഇപ്പം ജസ്നയ്ക്ക് കൃഷ്ണനോട് അത്രയും പ്രിയമായിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ ജസ്ന ഒരു ഹിന്ദു ആയിട്ട് മാറി, അല്ലെങ്കിൽ ഹിന്ദു രീതിയിൽ ജസ്ന ജീവിക്കുക. ഇത് 2 വളത്തെ കാല് ചവിട്ടിക്കൊണ്ട് തട്ടവും ഇട്ടിട്ട് ഞാൻ കൃഷ്ണൻ്റെ ഭക്തയാണ് എന്ന് പറയുന്നതിലും ഭേദം, കൃഷ്ണഭക്തിയാണെങ്കിൽ കൃഷ്ണനോടാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ജീവിക്കുക. ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ അതിൻ്റെ ആചാരം അനുസരിച്ച് അതിൻ്റെ ഇഷ്ടത്തോടെ തന്നെ ജീവിക്കുക. അതല്ല മുസ്ലിം അള്ളാഹുവിനെയാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ജീവിക്കുക. ഇത് ഓക്കെ, ഇനി അത് പോട്ടെ,
മറ്റൊരു വിഭാഗത്തെ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അവർക്കൊരു വ്രണപ്പെടാത്ത രീതിയിൽ ജസ്നയ്ക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യമൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായിരുന്നു സപ്പോർട്ട് ചെയ്ത് ജസ്ന എന്ന മുസ്ലിം യുവതി ഇത്തരത്തിൽ കൃഷ്ണന്റെ പടമൊക്കെ വരച്ചപ്പോൾ അത് സ്വാഭാവികമാണ്. തിരിച്ച് ഹിന്ദു വർഗത്തിലുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള എത്രയോ പേര് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നോമ്പുകാലമായിരുന്നപ്പോൾ നോമ്പൊക്കെ എടുത്തു. അപ്പൊ അതൊക്കെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സ്നേഹവും പരസ്പര ഒരു വിശ്വാസവും ഒരു ബലമാണ്. ആ രണ്ട് ഒരു ഐക്യം എന്നൊക്കെ പറയത്തില്ല, നമ്മൾ ഒരു കുട കീഴിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ള മതവിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ജസ്ന വളരുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.